ഇവിടെ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ IQ ടെസ്റ്റ് ചെയ്യുന്നതിനായി ഒരു എക്സാം നടത്തുന്നു. അതിനായി ഒരു ടീച്ചർ അവിടേക്ക് വന്നിട്ട് ആ ടീച്ചർ ആപ്പിൾ കഴിച്ചു തീരുന്നതിന് മുൻപ് എല്ലാ കുട്ടികളും പരീക്ഷ പൂർത്തിയാക്കണമെന്ന് പറയുന്നു. കൃത്യം 1 മിനിറ്റിന് ശേഷം ടീച്ചർ ആപ്പിൾ കഴിച്ചു തീർന്നതും എല്ലാവരുടെയും ആൻസർ ഷീറ്റ് വാങ്ങി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ടീച്ചർ ക്വാളിഫൈ ആയ കുട്ടികളെ പ്രഖ്യാപിക്കുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ഞെട്ടി. കാരണം ആ ക്ലാസ്സിലെ ആകെ ഒരു കുട്ടി മാത്രമാണ് എക്സാം ക്വാളിഫൈ ആയത്. അങ്ങനെ 2ാം ഘട്ടത്തിലേക്കുള്ള എക്സാമിനായി കുട്ടികളെല്ലാം അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. 2ാം ഘട്ടത്തിലെ എക്സാം വളരെ പ്രയാസമേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അങ്ങനെ ഈ ചെക്കൻ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോഴാണ് ഫസ്റ്റ് പേജിലെ ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ ലാസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലെ ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ ഫസ്റ്റ് പേജിലാണെന്ന് മനസ്സിലാക്കുന്നത്. അത് കണ്ടുപിടിച്ചതും അവൻ വളരെ വേഗത്തിൽ എക്സാം എഴുതാൻ തുടങ്ങി. 2ാം ഘട്ടത്തിലും അവൻ ക്വാളിഫൈ ആകുന്നു. 3ാം ഘട്ടത്തിലെ എക്സാമിനായി ക്വാളിഫൈ ആയ കുട്ടികളെല്ലാം ഒരു മുറിക്കുള്ളിൽ കൊണ്ടുപോകുന്നു. ആ റൂം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയേഴ്സ് ആയിരുന്നു. അവിടെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയേഴ്സിൽ ചവിട്ടാതെ മറുവശത്തെത്തുക എന്നതായിരുന്നു ടെസ്റ്റ്. ആദ്യമായി വന്ന കുട്ടി ഒരു റോപ്പ് ഉപയോഗിച്ച് മറുവശത്തെത്തുന്നു. 2ാമത്തെ ചെക്കൻ മഞ്ഞക്കളങ്ങളിൽ മാത്രം ചവിട്ടി മറുവശത്തെത്തുന്നു. 3ാമത്തെ കുട്ടി കളങ്ങളിൽ കാലുകുത്താതെ പോകുന്നു. എന്നാൽ ആ ഇന്റലിജന്റ് ബോയ് ഒന്നും നോക്കാതെ നേരെ നടന്ന് മറുവശത്തെത്തുന്നു. അവൻ ആ ടെസ്റ്റിൽ പാസ് ആവുകയും ചെയ്യുന്നു.